ഇന്നത്തെ റെസിപ്പി പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെയാണ്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ടേസ്റ്റിൽ അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അതിലേക്ക് 1/4 കപ്പ് നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്തെടുക്കണ്ട, കാരമലൈസ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഉരുകി വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കുകയെന്ന് ചെയ്യരുത്. ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടണം. പിന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കളർ മാറ്റിയെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കളർ മാറിപ്പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പെട്ടെന്ന് കളർ മാറി വരും കേട്ടോ. അപ്പം ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ മതിയാവും, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള കാരമൽ ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, പെട്ടെന്ന് സെറ്റായിട്ട് പോവും. അപ്പോൾ അതിന് മുന്നേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു സമയം തന്നെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ചൂടോട് കൂടി തന്നെ ഈ ഒരു കാരമലിന് മുകളിലേക്കായിട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ കട്ട് ചെയ്തിട്ട് സെറ്റായിട്ട് ആദ്യം തന്നെ വെക്കണം, എന്നാൽ മാത്രമേ ആ ഒരു കാരമലിന് മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മേലെ വെച്ച് കൊടുക്കുമ്പോൾ ഇനി സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മെൽറ്റായിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വനില എസൻസും, വനില എസൻസിന് പകരം വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പിന് താഴെയായിട്ട് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് 1/2 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുത്താലും മതിയാവും. സാധാരണ പുളിയുള്ള തൈരായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എൻ്റെ അടുത്ത് തൈരില്ലായിരുന്നു, അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ ബട്ടർ മിൽക്ക് ആക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇവയെല്ലാം കൂടെ തൈരൊക്കെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാൻ 1/4 കപ്പ് മൈദ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ടാണ് മിക്സാക്കി എടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ട് അരിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടും അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടുകയും ചെയ്യും ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാതെയും ചെയ്തെടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ചൂടായിട്ടാണ് ഈ ഒരു കുക്കറുള്ളത്. അപ്പോൾ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ആ ഒരു പഴത്തിൻ്റെ മുകളിലേക്കായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെ കുക്കറിലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് താഴ്ഭാഗത്ത് അലൂമിനിയത്തിൻ്റെ എന്തെങ്കിലും പഴയ അടപ്പുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടി പിടിക്കൊന്നുമില്ല. പിന്നെ കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കിയ വേണം ചെയ്തെടുക്കുന്ന സമയത്ത്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുക്കറിൽ നിന്ന് മാറ്റാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ സ്നാക്കാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു മുകൾ ഭാഗത്ത് കാരമൽ ചെയ്തിട്ടുള്ള ആ ഒരു പഴം കൂടെ ഉണ്ടാകുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.